ഹലോ എവരി വൺ. നമ്മുടെ CUT-ല് ഒരുപാട് കുട്ടികൾക്ക് ആശങ്കയുണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ICAR എന്ന പേര് യൂണിവേഴ്സിറ്റി നെയിമിൽ കാണാനില്ല, എങ്ങനെയാണ് ICAR രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുമായിരുന്നു, മെസ്സേജ് അയച്ച് ചോദിക്കുമായിരുന്നു. സോ ഇതിനെല്ലാത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതേ മക്കളെ, ICAR അതായത് അഗ്രികൾച്ചർ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ICAR എന്ന് പറയുന്ന ഓപ്ഷൻ CUT-ൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കോഴ്സിനകത്ത് അഗ്രികൾച്ചർ ആൻഡ് അലീഡ് കോഴ്സും സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നെയിം ഒന്ന് ചെക്ക് ചെയ്തേ. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് അഥവാ ICAR എന്ന പേര് അവിടെ കിടക്കുന്നതായിട്ട്. നിങ്ങൾ അത് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഒരുപാട് കുട്ടികൾ അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ഉണ്ട്, ഒരുപാട് പേർക്ക് തോന്നാവുന്ന ഒരു ഡൗട്ട് ഉണ്ട്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പേര് അതിനകത്ത് കാണുന്നില്ലല്ലോ, തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കാണുന്നില്ലല്ലോ, ഡൽഹി എവിടെ, ഇങ്ങനെ ഒരുപാട് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് കാത്തിരിക്കുന്ന ആഗ്രഹിക്കുന്ന കുറച്ച് യൂണിവേഴ്സിറ്റി ഉണ്ടാവും അല്ലെ, ആ പേരുകളൊന്നും അതിനകത്ത് കാണുന്നില്ലല്ലോ എന്നൊരു ആശങ്ക നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ ആ ആശങ്കകൾ ഒന്നും വേണ്ട. കാരണം ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ആകെ കാണാൻ സാധിക്കുന്നത് ICAR എന്ന പേര് മാത്രമായിരിക്കും. അപ്പോൾ KU അഥവാ കേരളയൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ICAR കിട്ടിയതിന് ശേഷം ICARന്റെ തന്നെ സ്വന്തമായിട്ടൊരു കൗൺസിലിംഗ് പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് നടക്കുന്ന സമയത്താണ് അതിന്റെ അണ്ടറിൽ വരുന്ന 60ഓളം യൂണിവേഴ്സിറ്റീസ് ഇൻക്ലൂഡിംഗ് KU കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. സോ ഇത്തരത്തിലുള്ള ICARന്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റികൾ ഓരോന്നായിട്ട്, അതായത് സ്റ്റേറ്റ് വൈസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കിട്ടുന്നത് ആ കൗൺസിലിംഗ് ടൈമിൽ മാത്രമാണ്. അപ്പോൾ ആ കൗൺസിലിംഗ് ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ സ്റ്റേറ്റ് വൈസ് ഉള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് സാധിക്കുകയില്ല, ICAR എന്ന് മാത്രം കൊടുത്താൽ മതിയാകും. ഞാൻ ഒരു കാര്യം എടുത്തു പറയുകയാണ്, ICAR യൂണിവേഴ്സിറ്റി നെയിമിൽ സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പിന്നീട് ICARന്റെ കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഇൻഫോർമേഷൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ICAR എന്ന നെയിം ആ യൂണിവേഴ്സിറ്റികളിൽ ICAR സെലക്ട് ചെയ്തിട്ടുണ്ടാകണം, എങ്കിലേ നിങ്ങൾക്ക് ICARന്റെ കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരണമെന്നില്ല. ഇനി പലർക്കും ഓൾറെഡി നിങ്ങൾ CUT-ന്റെ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു എഡിറ്റിംഗ് ഓപ്ഷൻ വരും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സും ഒപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി നെയിം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കിട്ടുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി നെയിം കൂടി നിങ്ങളുടെ പ്രിഫറൻസിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സബ്ജക്ട് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഏത് സബ്ജക്ട് കോമ്പിനേഷനാണ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ അലീഡ് കോഴ്സ് ആഗ്രഹിക്കുന്ന കുട്ടികൾ എടുക്കേണ്ടത്? ഈ അലീഡ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഫോറസ്ട്രി, ഫിഷറീസ്, ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, അതുപോലെ ഡയറി ടെക്നോളജി, ഇങ്ങനെയുള്ള കോഴ്സുകളെയാണ് ഈ അലീഡ് കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 11ഓളം കോഴ്സുകൾ ആഗ്രഹിക്കുന്ന കുട്ടികൾ എടുക്കേണ്ട സബ്ജക്ട് കോമ്പിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. അത് നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പ്രൊവൈഡഡ് നിങ്ങൾ +2-ൽ ഈ 3 സബ്ജക്റ്റും പഠിച്ചിട്ടും ഉണ്ടാകണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇനി അഗ്രികൾച്ചർ ആർക്ക് എടുക്കാൻ സാധിക്കും? ഏത് കുട്ടിക്കാണ് ഡൊമൈൻ സബ്ജക്റ്റ് അഗ്രികൾച്ചർ എടുക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ VHSC അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഗ്രികൾച്ചർ പഠിച്ച കുട്ടിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഗ്രികൾച്ചർ സബ്ജക്ട് കോമ്പിനേഷൻ ആയിട്ട് എടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഫിസിക്സിന് പകരം അഗ്രികൾച്ചർ എടുക്കാം. അപ്പോൾ ആ കുട്ടിയുടെ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ അഗ്രികൾച്ചർ, ബയോളജി, കെമിസ്ട്രി എന്നായിരിക്കും. ഇനി മറ്റൊരു സബ്ജക്ട് കോമ്പിനേഷൻ കൂടി പോസിബിൾ ആണ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ബയോളജിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വെച്ചിട്ടും ഈ പറയുന്ന 11ഓളം കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് എൻട്രൻസ് എഴുതാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും സബ്ജക്ട് കോമ്പിനേഷൻ എന്താണെന്ന്. എന്നാലും നിങ്ങൾ ചിലപ്പോൾ കഫയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ചേച്ചിയും ചേട്ടനൊക്കെ ചിലപ്പോൾ പറയും ഇംഗ്ലീഷ് എടുക്കണം, ജനറൽ സബ്ജക്ട് എടുക്കണം എന്നൊക്കെ. എങ്കിൽ മക്കളെ ആദ്യം മനസ്സിലാക്കുക, ICARന്റെ കോഴ്സുകൾക്ക് ഇംഗ്ലീഷും വേണ്ട, ജനറൽ സബ്ജക്റ്റും വേണ്ട, ജനറൽ നോളജും വേണ്ട. അപ്പോൾ ഈ 2 പേപ്പേഴ്സും നിങ്ങൾക്ക് ICARന്റെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാനായിട്ട് വേണ്ട. ഇനി അതിനകത്തൊരു കൺഫ്യൂഷനും വേണ്ട. ഓക്കെ, സോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ അങ്ങനെ ലാംഗ്വേജോ അതുപോലെ ജനറലോ വേണ്ട. ഓൺലി ഡൊമൈൻ സബ്ജക്ട്സ് മാത്രം മതി ICARന്റെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാനായിട്ട്. പക്ഷേ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാൻ അതല്ല, ഡൊമൈൻ സബ്ജക്റ്റിനോടൊപ്പം ലാംഗ്വേജും ജനറൽ പേപ്പേഴ്സും വേണം. ഞാൻ ICARന്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവരെയും ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേഷൻസ് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് CUT-യുടെ ക്രാഷ് കോഴ്സ് ഓൾറെഡി നമുക്ക് സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റ് അപ്ഡേഷൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.